ഹായ്, ഈ ലാസ്റ്റ് ഒരു മാസമായിട്ട് നമ്മൾ രാവിലെ ലൈവിൽ വന്നിട്ട് ഇങ്ങനെ പറയാണ്ട് നമ്മൾ എൻട്രി എടുത്തു. അതായത് ഓപ്ഷൻ ബൈയിങ് സ്ട്രാറ്റജി എന്ന് പറഞ്ഞാൽ ആ ഓപ്ഷൻ ബൈയിങ് സ്ട്രാറ്റജി എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളെ പ്രീവിയസ് 10 ഡേയ്സിൻ്റെ റേഞ്ചിൻ്റെ ആവറേജ്. സോ ഇപ്പം ഇന്ന് മാർക്കറ്റ് മൂവ് ചെയ്തൊരു 100 പോയിൻറ്റ്, ഇന്നലെ 200 പോയിൻറ്റ്, അതിൻ്റെ തലേദിവസം 300 പോയിൻറ്റ്, അങ്ങനെയുള്ളതിൻ്റെ ഒരു ലാസ്റ്റത്തെ 10 ദിവസത്തിൻ്റെ നമ്മൾ ആവറേജ് എടുക്കും 10 വെച്ച് ഡിവൈഡ് ചെയ്തിട്ട്. സോ അതൊരു 200 പോയിൻറ്റ് വന്നു വിചാരിക്കുക. ആ 200 പോയിൻറ്റ് വന്നതിൻ്റെ 20%, അപ്പോൾ 40 പോയിൻറ്റ് മോർണിംഗ് 10 മിനിറ്റിൽ ആ റേഞ്ച് വന്നു കഴിഞ്ഞാൽ നമുക്കൊരു ബിഗ് മണി മാർക്കറ്റിലുണ്ടെന്ന് ഉദ്ദേശിക്കുക. അതുപോലെ തന്നെ വോളിയം, ഇന്നത്തെ വോളിയം, ഇന്നലത്തെ വോളിയം, അങ്ങനെ പ്രീവിയസ് 10 ഡേയ്സിൻ്റെ വോളിയം പ്ലസ് നമ്മളങ്ങനെ 10 കൊണ്ട് പ്ലസ് ചെയ്തിട്ട് 10 ഡിവൈഡ് ചെയ്തിട്ട് അപ്പോൾ നമുക്ക് ആവറേജ് കിട്ടും. ആ വോളിയം ഫസ്റ്റത്തെ ഒരു 10 മിനിറ്റിൽ വന്നു കഴിഞ്ഞാൽ അതായത് നമുക്കൊരു ബിഗ് മണി മാർക്കറ്റിലുണ്ടെന്ന് അസ്യൂം ചെയ്യാം. സോ അങ്ങനത്തെ ദിവസങ്ങളാണ് നമ്മൾ എൻട്രി എടുക്കാറ്. പിന്നെ അതിൽ എൻട്രി ക്രൈറ്റീരിയാസ് പറഞ്ഞു കഴിഞ്ഞാൽ കുറച്ചുകൂടി അധികം ഉണ്ട്. അതായത് നമ്മൾ OHLC ലുക്കിങ്ങിൽ ടോപ്പ് ഡൗൺ അനാലിസിസ് ചെയ്യും. അതായത് മന്ത്ലി, വീക്കിലി, ഡെയിലി വെച്ച് അനാലിസിസ് ചെയ്തിട്ടാണ് നമ്മൾ മാർക്കറ്റ്. അതിപ്പോൾ നമ്മൾ ഇന്ന് തന്നെ നാളെ എങ്ങോട്ട് മാർക്കറ്റ് മൂവ് ചെയ്യുമ്പോൾ എൻട്രി എടുക്കേണ്ടത് നമ്മൾ ഇന്ന് തന്നെ അത് എഴുതി വെച്ചിട്ടുണ്ടാവും. സോ അതുപോലെയാണ് നമ്മൾ മാർക്കറ്റിൽ വന്നിട്ട് എൻട്രി എടുക്കുക. അപ്പോൾ ഇതിനെ പറ്റിയിട്ടൊരു ലെങ്തി വീഡിയോ വേണമെന്നുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യുകയാണെങ്കിൽ, ഇനിയിപ്പോൾ ഒരാൾ കമൻറ്റ് ചെയ്ത് കഴിഞ്ഞാലും നമ്മളതിനെപ്പറ്റി ഒരു വീഡിയോ ചെയ്യണം. ഓപ്ഷൻ ബൈയിങ് ആണ്. ഓപ്ഷൻ ബൈയിങ് നമ്മൾ നിഫ്റ്റി ഫ്യൂച്ചർ ചാർട്ടാണ് നോക്കുക. സോ ഓപ്ഷൻ ബൈയിങ് ചെയ്യുമ്പോൾ എപ്പോഴും മന്ത്ലി കോൺട്രാക്റ്റ്, അതുപോലെ ഇൻ ദ മണി ഒരു 300 പോയിൻറ്റ്സില്ല ഓപ്ഷൻസ് മാത്രമേ നമ്മൾ ട്രൈ ചെയ്യാറുള്ളൂ. സോ അതുപോലെ തന്നെ പിന്നെന്താ പറയുക, അതായത് ഒരുപാട് ടൈമൊന്നും നമുക്ക് ട്രേഡ് ചെയ്യാണ്ടാവില്ല. ഒരു 10 മിനിറ്റ് 15 മിനിറ്റ് കൊണ്ട് നമ്മൾ സ്കാൽപ്പിംഗ് ആണെന്ന് പറയാൻ പറ്റില്ല, പക്ഷേ ഇൻട്രാഡേ ആണ്. നമ്മൾ പെട്ടെന്ന് എൻട്രി എടുത്ത് അതുപോലെ എക്സിറ്റ് അടിച്ച് പോകും. ഒരു 1:2 റിസ്ക് റിവാർഡൊക്കെ കിട്ടിക്കഴിഞ്ഞാൽ നമ്മൾ എക്സിറ്റ് അടിക്കും. അതിൻ്റെ ഒരു ഫുൾ എൻട്രി ഒരു ഔട്ടിലേക്ക് കിട്ടണമെന്നുണ്ടെങ്കിൽ നമ്മളെ ചാനലിൽ രാവിലെ വരുന്ന ലൈവ് ഒന്ന് പറ്റുമെങ്കിൽ കണ്ടാൽ മതി. നമ്മൾ സെപ്റ്റംബർ മാസത്തെ മൊത്തം ഞാനവിടെ പ്ലേ ലിസ്റ്റിലിട്ടുണ്ട്. സോ നമുക്ക് വീണ്ടും കാണാം.